ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ലെങ്കിൽ എത്ര തന്നെ വീഡിയോസ് കണ്ടാലും നിങ്ങൾക്ക് ഒരു തരത്തിലും ഉയരം വർദ്ധിപ്പിക്കുവാൻ സാധിക്കില്ല. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ ഹൈറ്റ് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യൂ. ശരിക്കും ഉയരം വർദ്ധിപ്പിക്കാനായി 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. നമ്പർ 1 ഗ്രോത്ത് പ്ലേറ്റ്സ്, നമ്പർ 2 ഹൈ ഹോർമോൺസ്, നമ്പർ 3 ഹൈ ടെസ്റ്റോസ്റ്റിറോൺ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്താൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉയരം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള 2 തെറ്റിദ്ധാരണകളെക്കുറിച്ച് പറയാം. ഒന്നാമത്തേത്, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും ഉയരം കുറവാണെങ്കിൽ നിങ്ങളുടെ ഉയരവും കുറവായിരിക്കും എന്നത്. ശരിയായ രീതി ഉപയോഗിക്കുന്നതിലൂടെ ഉയരം തീർച്ചയായും വർദ്ധിപ്പിക്കാവുന്നതാണ്. രണ്ടാമത്തേത്, 18 വയസ്സ് കഴിഞ്ഞാൽ ഉയരം വർദ്ധിപ്പിക്കുവാൻ സാധിക്കില്ല എന്നതാണ്. ഇത് തികച്ചും ഒരു തെറ്റിദ്ധാരണയാണ്. 18 വയസ്സിന് ശേഷവും നിങ്ങൾക്ക് ഹൈ ഇൻക്രീസ് ചെയ്യിക്കാവുന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്, ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ 23 മുതൽ 35 വയസ്സ് വരെ കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്തിലും ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് സ്കോപ്പുണ്ട്. നിങ്ങൾ ഉയരം വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി ഇനി പറയാൻ പോകുന്ന 3 റൂൾസ് ഫോളോ ചെയ്യുക. നിങ്ങൾ 100% ആത്മാർത്ഥതയോടുകൂടി ഇത് പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ഉയരം തീർച്ചയായും വർദ്ധിക്കാവുന്നതാണ്. വാസ്തവത്തിൽ ഉയരം വർദ്ധിക്കുക എന്നത് മായാജാലമൊന്നുമല്ല, പകരം പ്യുവർ സയൻസ് ആണ്. ശാസ്ത്രം പറയുന്നത് എന്തെന്നാൽ ഉയരം വർദ്ധിക്കുന്നത് അവരുടെ എല്ലുകൾക്കിടയിലുള്ള ഗ്രോത്ത് പ്ലേറ്റ്സ് കാരണമാണ്. ഇത് നമ്മുടെ എല്ലുകൾക്കിടയിലുള്ള ഒരു സോഫ്റ്റ് കാർട്ടിലേജ് പോലുള്ള സ്ട്രക്ചറാണ്. പ്രായം കൂടുന്തോറും ശരീരത്തിലെ HGH ഹോർമോണും അതോടൊപ്പം തന്നെ ന്യൂട്രിയൻസും അബ്സോർബ് ഈ ഭാഗം വളർന്ന് എല്ലുകളായി മാറുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ശരീരത്തിലെ ഗ്രോത്ത് പ്ലേറ്റ്സിന് HGH ഹോർമോൺ ആക്ടിവേറ്റ് ആകുമ്പോൾ മാത്രമാണ് വളരാൻ സാധിക്കുക. ഇനി അതിനായി നിങ്ങൾ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമ്പർ 1 വർക്കൗട്ട്. വ്യായാമം എന്ന് കേൾക്കുമ്പോൾ പലരുടെ മനസ്സിലും തൂങ്ങി വലയുന്നതായിരിക്കും ഓർമ്മ വരുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഉയരം വർദ്ധിക്കില്ല. കൃത്യമായ രീതിയിൽ ഗ്രോത്ത് പ്ലേറ്റ്സ് സ്ട്രെച്ച് ചെയ്യുന്നതിലൂടെ മാത്രമേ നല്ല രീതിയിൽ എല്ലുകൾക്ക് വളർച്ചയുണ്ടാവുകയുള്ളൂ. അതിലൂടെ ഉയരവും വർദ്ധിക്കുകയുള്ളൂ. ഇതിനായി നിങ്ങൾക്ക് 3 തരത്തിലുള്ള എക്സസൈസ് ചെയ്യാവുന്നതാണ്. നമ്പർ 1 കോബ്ര സ്ട്രെച്ച്. കമിഴ്ന്നു കിടന്നതിന് ശേഷം കൈകൾ രണ്ടും തറയിൽ ഉറപ്പിച്ചു വെച്ച് തല ഉയർത്തി മുകളിലേക്ക് നോക്കി സ്ട്രെച്ച് ചെയ്യുക. ദിവസവും 5 മുതൽ 10 മിനിറ്റ് വരെ ഇത് ചെയ്യേണ്ടതാണ്. നമ്പർ 2 ഹാങ്ങിങ് ലെഗ് റൈസസ്. ഈ ഒരു വ്യായാമം നിങ്ങളുടെ ലോവർ സ്പൈനിലെയും ഹിപ്പിലെയും ഗ്രോത്ത് പ്ലേറ്റ്സ് അൺലോക്ക് ആക്കാൻ സഹായിക്കുന്നതാണ്. ജിമ്മിൽ അല്ലെങ്കിൽ വീട്ടിലെ പുഷപ്പ് ബാർസിൽ വലിഞ്ഞു തൂങ്ങുന്നതിനോടൊപ്പം കാലുകൾ 90 ഡിഗ്രി വരെ ഉയർത്തുന്നതാണ് ഈ വ്യായാമ മുറ. ഇതൊരു 10 മുതൽ 12 എണ്ണം വീതമുള്ള 3 സെറ്റുകളായിട്ട് ചെയ്യണം. നമ്പർ 3 പെൽവിക് ബ്രിഡ്ജ് സ്ട്രെച്ച്. ഇത് ചെയ്യുന്നതിനായി തറയിൽ നേരെ കിടക്കുക. അതിനുശേഷം കൈകൾ തറയിൽ ഉറപ്പിച്ചു വെച്ച് ഇടുപ്പ് ഭാഗം മാത്രം മുകളിലേക്ക് ഉയർത്തുക. ഇത് തന്നെ ഒരു 10-15 എണ്ണം വീതമുള്ള 3 സെറ്റുകളായി ചെയ്യുക. ഇത് ലവർ ബോഡിയെ നാച്ചുറലി ലെങ്തൻ ചെയ്യുന്നു. ആരോഗ്യകരമായ ഡയറ്റ് ഫോളോ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിലെ സാധാരണമായി കാണപ്പെടുന്ന എല്ലാവരും ഹോർമോണുകളെയും നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിലെ ഗ്രോത്ത് പ്ലേറ്റ്സ് കാറും HGH ഹോർമോൺ എഞ്ചിനുമായി കാണുകയാണെങ്കിൽ, അത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഇന്ധനം എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് പ്രധാനമായും ലഭിക്കുന്നത് 4 കാര്യങ്ങളിൽ നിന്നാണ്. പ്രോട്ടീൻ, കാൽസ്യം, മഗ്നീഷ്യം, സിങ്ക് തുടങ്ങിയവയാണ് അവ. പ്രോട്ടീനായി അതിരാവിലെ മുളപ്പിച്ച പയർ പച്ചയ്ക്ക് കഴിക്കാമെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ചെറുതായി വേവിച്ച് കഴിക്കുക. അതുമല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ച് മാവാക്കി അതുകൊണ്ട് ദോശ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ദിവസം ആവശ്യമായ പ്രോട്ടീൻ്റെ അളവ് പൂർണ്ണമാകുന്നതാണ്. കാൽസ്യത്തിനായി നിങ്ങൾ അധികമൊന്നും ചെയ്യേണ്ടി വരില്ല. അതിനായി 30 ദിവസത്തോളം തൈര് കഴിക്കാവുന്നതാണ്. സ്ഥിരമായി തൈര് കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ എല്ലുകൾ കൂടുതൽ സ്ട്രോങ് ആകുന്നതാണ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇനി തൈര് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ദിവസേന 2 പഴം വീതം കഴിച്ചാൽ മതിയാകും. അതുമല്ലെങ്കിൽ പാലൊഴിച്ച ഓട്സും കഴിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡയറ്റിൽ ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുന്നതിലൂടെ ആവശ്യത്തിന് കാൽസ്യം ലഭിക്കുന്നതാണ്. മഗ്നീഷ്യത്തിനായി പച്ചച്ചീരയാണ് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. കാരണം ധാരാളം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇനി മഞ്ഞുകാലമാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് തുടങ്ങിയവയും ഉപയോഗിക്കാവുന്നതാണ്. ഇവയിലും ധാരാളം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇവ നിങ്ങളുടെ ഉയരം വർദ്ധിപ്പിക്കുവാനും നിങ്ങളെ സഹായിക്കുന്നു. സിങ്കിനായി ബദാം, വാൾനട്ട്സ്, പംകിൻ സീഡ്സ്, ചിയ സീഡ്സ്, ഗ്രൗണ്ട് നട്ട്, പിസ്റ്റ ചോയ്സ് തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഭക്ഷണം രുചികരമാക്കുന്നതിനോടൊപ്പം തന്നെ ഇവയിൽ നിന്നും ശരീരത്തിന് ആവശ്യമായ സിങ്കും ലഭിക്കുന്നതാണ്. അതിലൂടെ നിങ്ങളുടെ ഉയരം വർദ്ധിക്കുന്നതിനോടൊപ്പം തലമുടിയും ചർമ്മവും കൂടുതൽ ആരോഗ്യമുള്ളതാകുന്നതാണ്. പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ കൂടെയുണ്ട്. കൈയിലെയും കാലുകളിലെയും തള്ളവിരലുകളിൽ 5 മുതൽ 5 മിനിറ്റ് വീതം അമർത്തുക. ഇത് പ്രധാനപ്പെട്ട അക്യുപ്രഷർ പോയിന്റ്സ് ആണ്. നിങ്ങൾ ഈ വിരലുകളുടെ മുകൾ ഭാഗത്ത് അമർത്തുമ്പോൾ അതിൻ്റെ സിഗ്നലുകൾ നേരിട്ട് ബ്രെയിനിലെ
പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്കാണ് എത്തുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഉറങ്ങുന്ന സമയം തന്നെ നമ്മുടെ ബ്രെയിനിൽ നിന്നും ധാരാളം HGH ഹോർമോൺ റിലീസ് ചെയ്യപ്പെടുന്നു. ഇതുകൊണ്ട് തന്നെയാണ് അമ്മൂമ്മമാർ ഇന്നത്തെ കാലത്തും ഗ്രാമങ്ങളിൽ കുഞ്ഞു കുട്ടികളെ രാത്രി എണ്ണ തേച്ച് അക്യുപ്രഷർ പോയിന്റ്സിൽ മസാജ് ചെയ്ത് ഉറക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ വളർച്ച വേഗത്തിലാകുന്നു. പ്രാചീന കാലം മുതൽ ഉപയോഗത്തിലുള്ള വേദിക് ശാസ്ത്ര പരിജ്ഞാനമാണിത്. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുന്നേ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ HGH ഹോർമോൺ റിലീസ് 2 ഇരട്ടി ആകുന്നതാണ്. ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ആദ്യത്തെ ആഴ്ച മുതൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിൽ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ഫലം ഒരിക്കലും ലഭിക്കുന്നതല്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സഡൻ ഡോപ്പമിൻ ഹിറ്റ് പെട്ടെന്ന് തന്നെ താഴേക്ക് പോവുകയും അതിൻ്റെ ഫലമായി ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യാം. ഈ ഹോർമോൺ വളർച്ചയുടെ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ തടയുന്നു. അതോടൊപ്പം തന്നെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനവും കുറയ്ക്കുന്നു. ഈ ഹോർമോണുകൾ ശരീരത്തിൽ കുറയുന്നത് അത്ര നല്ല ലക്ഷണമല്ല. ഇത് മറ്റെന്ത് കാര്യം ചെയ്താലും നിങ്ങളുടെ ശരീരത്തിൽ യാതൊരു തരത്തിലുള്ള ഫലവും ഉണ്ടാക്കാത്ത അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പ്രാചീന ഭാരത സംസ്കാരത്തിൽ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായം മുതലേ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ പഠിപ്പിക്കുന്നത്. പണ്ടുണ്ടായിരുന്ന പുരുഷന്മാരുടെ ഉയരം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായതും ഇതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം 30 ദിവസത്തേക്ക് നിങ്ങൾ ബ്രഹ്മചര്യവും കാത്തു സൂക്ഷിക്കുക. ഈ പറഞ്ഞവയാണ് നിങ്ങൾ സ്ഥിരമായി പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ഉയരം കൂട്ടാൻ സഹായിക്കുന്ന മാർഗങ്ങൾ. 30 ദിവസത്തേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായും ആത്മാർത്ഥതയോടുകൂടി പിന്തുടരുക. നിങ്ങൾക്ക് തീർച്ചയായും ഫലം ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.